കർണാടകയിൽ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്ന് കർണാടക പോലീസ്. കർണാടകയിലെ ഹുബ്ബള്ളിയിലാണ് സംഭവം നടന്നത്. ബീഹാർ സ്വദേശിയായ നിതേഷ് കുമാറാണ് കൊല്ലപ്പെട്ടത്. മുഹമ്മദ് റഹീസ് നൽകും വിവരങ്ങൾ ചെന്നൈയിൽ നിന്നും. റഹീസ്, പോലീസിന് നേരെ ഈ പ്രതി ആക്രമണം നടത്തി. അപ്പോൾ എതിരെ പ്രതിരോധം എന്ന നിലയിൽ പോലീസ് വെടിവെച്ചു. അതിൽ കൊല്ലപ്പെട്ടു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? പ്രജിൻ, കഴിഞ്ഞ ദിവസമാണ് ഈ ബീഹാർ സ്വദേശിയായിട്ടുള്ള നിതീഷ് കുമാർ, ഇയാൾക്ക് 35 വയസ്സാണുള്ളത്, 5 വയസ്സുകാരിയായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെയും ഇയാൾ തന്നെയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന് വ്യക്തമായിരുന്നു. ഈ കുട്ടിയുടെ അമ്മ ഒരു ബ്യൂട്ടി പാർലറിലാണ് ജോലി ചെയ്യുന്നത്. ആ പാർലറിലേക്ക് കുട്ടിയെ കൊണ്ടുവരുമായിരുന്നു. അവിടെ വെച്ച് കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും എതിർവശത്തുള്ള വീട്ടിൽ വെച്ചാണ് ഇയാൾ കുട്ടിയെ പീഡിപ്പിക്കുന്നത്. ശേഷം അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തി ഒരു ബാത്റൂമിൽ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. അങ്ങനെ കുട്ടിയെ കാണാനില്ലാത്തതിനെ തുടർന്ന് ഈ യുവതി നൽകിയ പരാതിയുടെ പുറത്ത് അവിടെ മുഴുവൻ അന്വേഷിച്ച പോലീസ് ഒടുവിൽ ഈ കുട്ടിയെ ഈ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ CCTVയിൽ നിന്നും ഇയാളാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് വ്യക്തമായി. അതിന് പിന്നാലെ ഈ നാട്ടിൽ ഇയാളുടെ വീടിന് നേരെ വലിയൊരു ആക്രമണമാണ് ഉണ്ടായത്. ഇയാൾ കുടുംബസമേതം ബീഹാറിൽ നിന്ന് വന്ന് ഈ ഹുബ്ബള്ളി അവിടെ താമസിക്കുന്ന ആളാണ്. അങ്ങനെ അവിടേക്ക് വലിയ നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാകുന്നു. വീട് തകർക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. ശേഷം നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലാണ് ഹുബ്ബള്ളി പോലീസ് ഇന്ന് ഇയാളെ കണ്ടെത്തുന്നത്. പരിസര പ്രദേശത്ത് വെച്ച് തന്നെയാണ് ഇയാളെ കണ്ടെത്തുന്നതും. അങ്ങനെ അവിടെ വെച്ച് പോലീസും ഇയാളും തമ്മിൽ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്ന് പോലീസ് പറയുന്നുണ്ട്. അതായത് ഇയാളെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ പോലീസിനെ ആക്രമിച്ചു. ശേഷം പോലീസിന് നേരെ വെടിയുതിർത്തു എന്നും പറയുന്നു. അങ്ങനെ തിരിച്ച് വെടിവെച്ചപ്പോഴാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് നിലവിൽ നൽകുന്ന വിവരം. എന്തായാലും ഇയാളുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഇയാളുടെ മൃതദേഹം ഈ വെച്ചിരിക്കുന്ന ഹോസ്പിറ്റലിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ഏറ്റുമുട്ടൽ കൊലപാതകം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്, അത് പോലീസ് കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നതടക്കമാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം. എന്തായാലും പരിക്കേറ്റ ഒരു പോലീസുകാരൻ നിലവിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. പ്രജിൻ, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.